ഇപ്പം നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യണം, ഫോർ എക്സാമ്പിൾ ടച്ച് ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു, ഞാൻ കരയില്ല, ഐ വിൽ നോട്ട് ഡു എനിത്തിങ്, ഞാൻ തപ്പാങ്കുച്ച് കളിക്കും, ഐ വിൽ ബി വെരി ഹാപ്പി. സോ ഐ സേ ദാറ്റ് നമ്മളെല്ലാം ഈ ബക്കറ്റ് ലിസ്റ്റ് കേട്ടോ, യുവർ വിഷസ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത് ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു, ഒന്നുമില്ല. ഫോർ മീ ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. എവറി ഡേ ഐ എൻജോയ് മൈ ലൈഫ്. ഞാൻ 12 മണി കഴിഞ്ഞ് ഉറങ്ങും, ബിക്കോസ് ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടും. സോ ഇന്ന് ഞാൻ സെൻഡ് ഓഫ് ചെയ്ത് നാളെ കണ്ട് ഞാൻ ഉറങ്ങാറില്ല. Nearby hospital where he was declared dead, brought dead. As of now, the reports say that since last 2 to 3 days, the income tax team were having a search and search of this premises, but we are not aware of all the details. The team had come from Kerala, and the incident which has taken place is we are yet to start the investigation, because the complaint is being drafted, and the police is in touch with the family members who are not in India. They are coming by tonight flight. Once they come, we will come to know the further details. As of now, it is a case of shooting, self-shooting, and still the case till all the angles are inquired into it. I cannot give a detailed report on that. എന്നാലും അത് ഈ വലിയ ഭീകരമായ ശിക്ഷ കിട്ടുന്നൊന്നുമല്ല. ED അപേക്ഷിച്ച് താരതമ്യേന കാർക്കശ്യം കുറഞ്ഞ നടപടികളാണ് IT-യിലുള്ളത്. ഇൻകം ടാക്സ് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറസ്റ്റൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ജാമ്യമൊക്കെ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പുണ്ടെങ്കിൽ പിഴ അടച്ച് 3-4 ഇരട്ടിയൊക്കെ ഫൈൻ അടച്ചത് നൂരിപ്പോരാം. അതാണ് അതിൻ്റെ സ്വഭാവം. ആദ്യമേ ED റെയ്ഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടു, പിന്നീട് വാർത്താ ചാനലുകളൊക്കെ പറയുന്ന IT റെയ്ഡായിരുന്നു. അപ്പോൾ IT റെയ്ഡിന് വരുമ്പോൾ ഒരാൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? കോടികളുടെ ആഡംബരത്തിൽ നിന്ന് ഒരു പിസ്റ്റൽ ഉണ്ടയിലേക്ക്, ഒരു ബിസിനസ് ഇതിഹാസത്തിന്റെ ഉയർച്ചയും വീഴ്ചയും ലോകം കണ്ട ഏറ്റവും വലിയ ആത്മവിശ്വാസികളിൽ ഒരാളെന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു മനുഷ്യൻ തോൽവികളെ എങ്ങനെ വിജയങ്ങളാക്കി മാറ്റാമെന്ന് തന്റെ ബിസിനസ് ക്ലാസുകളിലൂടെയും ഇന്റർവ്യൂകളിലൂടെയൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത വ്യക്തി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ അന്ത്യം കേരളത്തെയും കർണാടകയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആരായിരുന്നു ഇദ്ദേഹം? സാധാരണക്കാരായ ദമ്പതികളുടെ മകനായി ജനിച്ച് സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ CJ റോയ്. ബിസിനസിന്റെ ആദ്യകാലങ്ങളിലെ കടുത്ത പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും അദ്ദേഹം തളർന്നില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ 100 ഫ്ളാറ്റുകൾ ഒന്നുപോലും വിറ്റുപോകാതെ പ്രതിസന്ധിയിൽ നിന്ന സമയത്താണ് അദ്ദേഹം ഒരു വലിയ ചൂതാട്ടം നടത്തിയത്. ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയുടെ സ്പോൺസർഷിപ്പ് അദ്ദേഹം ഏറ്റെടുത്തു. ആ ഒരൊറ്റ തീരുമാനം അദ്ദേഹത്തെ ഒരു ഓവർനൈറ്റ് സെലിബ്രിറ്റിയാക്കി മാറ്റി. 36-ാം വയസ്സിലെ പ്രൈവറ്റ് ജെറ്റ് സ്വന്തമാക്കി. റോൾസ് റോയ്സ്, ബുഗാട്ടി, ബെഞ്ചിനി തുടങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള കാറുകളുടെ വൻ ശേഖരം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് കൈവിട്ടു പോയത്? ബംഗളൂരിലെ അശോക് നഗറിലുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ഒരു പരിശോധനയ്ക്ക് എത്തിയത്. റെയ്ഡിനിടെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കവേ ഒരു ഫയൽ എടുക്കാനായിട്ട് തന്റെ വ്യക്തിപരമായിട്ടുള്ള ക്യാബിനിലേക്ക് അദ്ദേഹം കയറി. പെട്ടെന്നാണ് ക്യാബിനുള്ളിൽ നിന്ന് ഒരു വെടിയൊച്ച കേൾക്കുന്നത്. തന്റെ ലൈസൻസ് ഉള്ള പിസ്റ്റൾ ഉപയോഗിച്ച് നെഞ്ചിലേക്ക് നിറയൊഴിച്ച അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപേ തന്നെ മരണമടഞ്ഞു. 57 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്. ഇത്രയും പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്തിനിത് ചെയ്തു എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. പുറമേ കാണുന്ന തിളക്കത്തിനപ്പുറം CJ റോയ് വലിയ സമ്മർദ്ദങ്ങളുടെ കടന്നുപോയിരുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. 2016 മുതൽ ആദായ നികുതി വകുപ്പും റോയും തമ്മിൽ വലിയ കേസുകൾ നിലനിന്നിരുന്നു. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക ആരോപിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ കേസിലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ചെയ്തിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു സ്റ്റേ നീങ്ങിയതോടെ IT ഉദ്യോഗസ്ഥർ വീണ്ടും രംഗത്തെത്തി. അതിനിടയിലാണ് ഈ ഒരു സംഭവങ്ങൾ അരങ്ങേറിയത്. അദ്ദേഹം ഒരുപാട് സിനിമകൾ ആ ഒരു മേഖലയിലൊക്കെ കൈവച്ച ഒരാളാണ്. മരക്കാർ, ഐഡന്റിറ്റി തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം വൻ നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ നിർമ്മാണ മേഖലയിലെ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാമെന്നും ഇപ്പോൾ കരുതപ്പെടുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ IT ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം വെടിവെച്ച ശേഷവും മരണശേഷവും അവർ അവിടെ റെയ്ഡ് നടത്തിയെന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണമുണ്ടായപ്പോൾ അദ്ദേഹത്തെ ഉടനെ ആശുപത്രിയിൽ വരും ഉദ്യോഗസ്ഥർ അവിടെ തുടർന്ന് റെയ്ഡ് നടത്തുകയായിരുന്നു. അവരാണ് ഈ മരണത്തിന് ഉത്തരവാദി. മരണം നടന്നതിന് ശേഷവും റെയ്ഡ് തുടർന്നു എന്നും ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമാണ് റോയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. എന്തായാലും സംഭവ സ്ഥലത്തെ ഈ CCTV ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പിടിച്ചെടുത്തത് ഈ ഒരു സംഭവത്തിന്റെ നിഗൂഢതയുണ്ട് എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളത് ആ ഒരു CCTV വിഷ്വൽസ് പുറത്തു വന്നാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം CJ റോയ് എപ്പോഴും പറയുമെന്ന്, ജീവിതം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന്.
എന്നാൽ ഏത് പോസിറ്റീവ് മനുഷ്യനും ഉള്ളിന്റെ ഉള്ളിൽ തകരാവുന്ന ഒരു നിമിഷമുണ്ടാകും. അവിടെ സ്റ്റാഫെല്ലാം വിചാരിച്ചപ്പോൾ സാർ അപ്സെറ്റ് ആവും. എന്റെ വീട്ടിലൊരു മീറ്റിംഗ് വിളിച്ചു. ഞാൻ കുറച്ച് ഷോർട്ട് ടേംപേർഡാണ് ഫോർ തിങ്സ് ഗോ റോങ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗഫാർ വന്നു. ഞാനപ്പോൾ ഗഫാർ ഹഗ് ചെയ്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ആർക്കിടെക്ട് ഉണ്ട് റേവത്തി എന്ന് പറഞ്ഞ ലേഡിയാണ്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ദുബായിൽ പോയി 0 സെയിലാണ്, നമുക്ക് ആ പ്രോജക്ട് ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. കോളം ഇനി റീഡിസൈൻ ചെയ്തു 201 ഫ്ലാറ്റ് വെച്ച് ആൾക്കാർക്ക് പീപ്പിൾ സാധനം വട്ട് പിടിച്ചു. ഞാൻ പറഞ്ഞു, വിൽക്കാത്ത സാധനം ഡബിൾ ആക്കും. ഒരു ഫെയിലിയർ വന്നാലേ അതിൽ നമ്മൾ വി ഷുഡ് നോട്ട് ഫീൽ ബാഡ്, അതിൽ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്ത് അത് നമ്മൾ സക്സസ് ആക്കണം. അപ്പോൾ എല്ലാവരും കളിച്ചു, സാറിനെ വട്ടുപിടിച്ചു. എന്റെ ജോലി എന്താണെന്ന് അറിയാം, ഞാൻ എന്താ ഈ 201 ചെയ്തെന്ന് വെച്ചാൽ ഐ വോണ്ട് ടു കീപ് ദ പീപ്പിൾ മോട്ടിവേറ്റഡ് ടു ഫീൽ ദാറ്റ് ദ ചെയർമാൻ നോട്ട് സംതിങ്. എനിക്ക് സത്യത്തിൽ ഒന്നും എനിക്കൊരു പ്ലാനും ഒരു പിടിയിൽ എന്താ വേണ്ടത്. ഐ ഗോൺ ടു മുംബൈ. അപ്പോൾ നിങ്ങളുടെ പഴയ ഏഷ്യാനെറ്റ് ഉണ്ടല്ലോ, ഏഷ്യാനെറ്റിൽ നമ്മുടെ ആൻഡോ പുത്തിരി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആരും ഏഷ്യാനെറ്റിൽ റിയൽ എസ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റ് കൊടുക്കാറില്ല, ഏത് ചാനൽ കൊടുക്കാറില്ല. ഞാനാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, എനിക്ക് തോന്നി ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഷുഡ് ബി ത്രൂ TV. അപ്പോൾ നിങ്ങളുടെ ഏഷ്യാനെറ്റ് ബാൻഡ് വാസ് സെയിം, നിങ്ങൾക്ക് 2 ബാൻഡ് ഉണ്ടായിരുന്നില്ല, ഇന്ത്യ ബാൻഡ് ആൻഡ് ദുബായ് ബാൻഡ് സെയിം. അപ്പോൾ എനിക്ക് തോന്നി ഒരു വീടും മിഡിൽ ഈസ്റ്റിൽ എത്തണമെങ്കിൽ TV ആയിരിക്കും ബെസ്റ്റ് അപ്രോച്ച്. അല്ലെങ്കിൽ നിങ്ങൾ പല ന്യൂസ് പേപ്പറിൽ നിങ്ങൾ പോകണം. അപ്പോൾ ആൻഡോട് മീറ്റ് ചെയ്തപ്പോൾ ആൻഡോ പറഞ്ഞു, ഇതിൽ ഞാനൊരു സീരിയൽ തരാം. എനിക്ക് മദറിലെ ഡോട്ടറിലെ ഇത് അമ്മായിമ്മയുടെ മരുമകളുടെ പ്രോഗ്രാം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി, എനിക്കൊരു റിയൽ പ്രോഡക്റ്റ് വേണം, റിയാലിറ്റി ഷോ. അപ്പോൾ ആൻഡോ പറഞ്ഞു സ്റ്റാർ സിംഗർ. അപ്പോൾ ആൻഡോ കഴിഞ്ഞ കൊല്ലം അത്രയൊന്നും TRP ഇല്ലാത്ത സാധനമുണ്ട്, അതുകൊണ്ട് കിട്ടോളം പറഞ്ഞു. പക്ഷെ അത് വലിയ കാര്യം നിൽക്കുന്നുണ്ടാവില്ല. അങ്ങനെ ആൻഡോ എന്നോട് 5 ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ചോദിച്ചത്. ഓക്കെ, അവിടെ വെച്ച് ഞാൻ ആൻഡോട് പറഞ്ഞില്ല, 40 ലക്ഷം രൂപ ഞാൻ തരാമെന്ന്. അപ്പോൾ തന്നെ ആൻഡോ പോയിട്ട് പുള്ളിയുടെ സീനിയർ വിളിച്ചു, ഇങ്ങനെ വട്ടുണ്ടാൻ ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ. അപ്പോൾ ആൻഡോ തിരിച്ചു വന്ന് പിന്നെയും എൻ്റെ അടുത്ത് അപ്സെറ്റ് ആയി. ഞാൻ ആക്കിയതാണോ അങ്ങനെ ഊവാക്കിയതാണോ, എനിക്ക് ആ വേർഡ് അന്നാണ് ഞാൻ പഠിച്ചത്. ഇത് വേണ്ടായിരുന്നു. ഞാൻ നമ്മുടെ നാട്ടുകാരനെ ചോദിച്ചു പറഞ്ഞ് നിങ്ങൾ എന്നെ എൻ്റെ ബോസിന്റെ അടുത്തും എന്നെ ചീത്ത വിളിപ്പിച്ചല്ലോ. അപ്പോൾ ഞാൻ സീരിയസ് ആണ്, 40 ലക്ഷം എൻ്റെ ഫ്ലാറ്റ് ഞാൻ തരാം. അപ്പോൾ ആൻഡോ ചോദിച്ചു, റിയൽ അല്ലേ, ഊവാക്കില്ലല്ലോ നിങ്ങൾ പറഞ്ഞല്ലേ. പിന്നെ പോയിട്ട് പുള്ളിയുടെ ബോസ് വിളിച്ചു. അപ്പോൾ പുള്ളി ബോസ് ഒരു ഈ റോയ് ആരാന്നറിയില്ല, കോൺഫിഡന്റ് ആരെന്നറിയില്ല, എന്തെങ്കിലും വൈറ്റ് പേപ്പറിൽ എഴുതി വാങ്ങിച്ചോളൂ സിഗ്നേച്ചർ. അങ്ങനെ വൈറ്റ് പേപ്പറിൽ ഞാൻ സൈൻ ഇട്ടു. പിന്നെ ഒരു കോൺട്രാക്ട് അയച്ചു. ഈ ഒരു സ്നേഹം അന്ന് ഞാൻ 5 ചോദിച്ച 40 കൊടുത്തു. ഞാനായിരുന്നു ഐഡിയ സ്റ്റാർസിന്റെ അന്നത്തെ ബ്രാൻഡ് അംബാസഡർ. അപ്പോൾ ഞാനൊരു ലിമോസിനിൽ വരും, നിങ്ങൾ പാട്ട് പാടും, ഫ്ലാറ്റ് നോടും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇവനാരാണ്, ഇവന് പാടുന്ന എന്ത് സംബന്ധം. ഒരു 20 പ്രാവശ്യം ഞാൻ വരാണ്ട് ഒരു ദിവസം, 20-25 പ്രാവശ്യം ടിവിയിലൂടെ വരും. അവർക്ക് സ്നേഹപൂർവ്വം. അങ്ങനെ ഞാനൊരു ഐഡന്റിഫൈഡ് പേഴ്സൺ ആയി, കോൺഫിഡന്റ് ഒരു ഐഡന്റിഫൈഡ് ബ്രാൻഡ് ആയി. ഓക്കെ, അന്ന് 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് ആണോ എനിക്ക് തോന്നി 5 ലക്ഷം കൊടുത്ത് ആരും നോക്കില്ല. ബിക്കോസ് പ്രീവിയസ് ഇയർ 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്, 5 എത്ര കൊടുത്ത് എനിക്കറിയില്ല, 5 എന്നോട് പറഞ്ഞു. അപ്പോൾ സഡൻ ആയിട്ട് ഒരു ഞെട്ടിക്കൽസിൽ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ 40 ലക്ഷം ഇയാൾ ആരാണ്, കോൺഫിഡന്റ് എന്താണ്. ഓവർ നൈറ്റ് വി ബിക്കേം എ ബ്രാൻഡ്. ഗഫാർ തിരിച്ചും ദുബായിലേക്ക് വന്ന് റോഡ് ഷോ നടത്തി. ഓക്കെ, ഗഫാർ ഇസ് എക്സ്ട്രീംലി കേപ്പബിൾ പേഴ്സൺ. ഈ ട്രിപ്പിൽ എത്ര വിറ്റു എന്നറിയും, 100 വിറ്റു. ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തി, ഈ പ്രോഗ്രാമിലൂടെ എത്തി. 100 ഫ്ലാറ്റ് വാസ് സോൾഡ് ഇൻ 3 days. 3 മാസം മുമ്പ് ബൂജ് അടിച്ച ആൾക്കാരാണ്. അന്ന് എന്റെ സ്റ്റാഫിന് മനസ്സിലായി ഇയാളുടെ ഇന്റൻഷൻ വേറെയാണ്. 100 ഞാൻ വിറ്റു, അതിന്റെ അഡ്വാൻസ് കിട്ടാൻ തുടങ്ങി. 100 എനിക്ക് സ്റ്റോക്ക്. ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ വണ്ടിയുടെയും നമ്പറിന്റെ അവസാനം 1475 വരുന്നുണ്ട്, 1675, 1875, 75 മൊത്തം അവസാനിക്കുന്നത് കാണുന്നു. എന്റെ ലക്കി നമ്പർ 3 ആണ്. അപ്പോൾ ഐ ഗോ ഫോർ എ ടോട്ടലിംഗ് ഓഫ് 3, 7 and 5, 12. 1 and 2 3. എന്റെ ഇന്ത്യയിലത്തെ എല്ലാ കാർ നമ്പറും 3 ആണ്. നമ്പർ 3. ഓക്കെ, ദുബായിൽ 3 കിട്ടില്ല, അത് റോയൽ ഫാമിലിയുടെ നമ്പറാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തൊരു സിസ്റ്റമാണ്. എങ്ങനെയാണ് 3 ലക്കി നമ്പർ ആവുന്നത്? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 12th February. എന്റെ ഭാര്യ 21st February. എന്റെ മോള് 3rd May. മോൻ മാത്രമാണ് 16th വന്നത്. അപ്പോൾ ഈ 3 എന്റെ ലൈഫിൽ കുറെ കളിച്ചിട്ടുണ്ട്. എന്റെ ഫാദർ ക്രിക്കറ്റാണ്, ഞാൻ ക്രിക്കറ്റാണ്, എന്റെ ബ്രദർ ക്രിക്കറ്റാണ്. എല്ലാം 3-3-3 കിടന്ന് കളിക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ന്യൂമറോളജിയാണ് ഇത് 3. ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അഭിമാനത്തിനേറ്റ മുറിവായിരിക്കും സംഭവം. നിയമ നടപടികളെയോ പിഴയോ അല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ താൻ കെട്ടിപ്പടുത്ത കോൺഫിഡന്റ് ഇമേജ് തകരുന്നതിനെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നതാകാം. ജീവിതത്തിൽ വിജയിക്കുന്നതിനോടൊപ്പം തന്നെ തോൽവികളെയും പ്രതിസന്ധികളെയൊക്കെ ശാന്തമായിട്ട് നേരിടാൻ നമ്മുടെ മനസ്സിനെ കൂടി നമ്മൾ പ്രാപ്തമാക്കേണ്ടതുണ്ട്. തിളക്കമുള്ള ജീവിതങ്ങൾക്ക് പിന്നിലെ നിശബ്ദ സമ്മർദ്ദങ്ങൾ, CJ റോയിയുടെ മരണം കേവലം ഒരു വ്യക്തിയുടെ ആത്മഹത്യ എന്നതിലുപരി ഗൗരവകരമായിട്ടുള്ള ചില സാമൂഹിക വശങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. സമൂഹത്തിന് മുന്നിൽ എപ്പോഴും വിജയായി മാത്രം കാണപ്പെടണം എന്ന നിർബന്ധ ബുദ്ധി വലിയൊരു ബാധ്യതയാണ്. പരാജയപ്പെടുന്നത് കുറച്ചിലായിട്ട് കാണുന്ന നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ വലിയ ബിസിനസ്സുകാരെ പലപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. കോടിക്കണക്കിന് രൂപ പിഴയടിച്ച് പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നിട്ട് പോലും ഒരു അറസ്റ്റ് നടന്നാൽ തന്റെ പേരിനും താൻ പടുത്തുയർത്തിയ ബ്രാൻഡിനും ഉണ്ടാകുന്ന ഇടിവ് താങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. പലപ്പോഴും സമ്പത്തിനേക്കാൾ മനുഷ്യർ വിലമതിക്കുന്നത് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനെയാണ്. മോട്ടിവേഷണൽ ക്ലാസുകൾ നൽകുന്നവർക്കോ എപ്പോഴും ചിരിച്ചു കാണപ്പെടുന്നവർക്കോ മാനസിക വിഷമങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ധാരണ തെറ്റാണ്. എത്ര കരുത്തനായ മനുഷ്യനും തകർന്നു പോകാവുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. അത്തരം ഘട്ടങ്ങളിൽ സഹായം തേടുന്നത് ബലഹീനതയല്ല എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ ജീവിതം പരാജയപ്പെടുമ്പോൾ എല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതുന്നവരോട് CJ റോയിയുടെ ഈ ഒരു ദാരുണാന്ത്യം ഒരു വലിയ പാഠം പറഞ്ഞു തരുന്നുണ്ട്. കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ആഡംബരങ്ങളോ ലോകമറിയുന്ന പ്രശസ്തിയോ ഒന്നുമല്ല ജീവിതത്തിന്റെ ആധാരശില എന്ന് പറയുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മസംയമനം പാലിക്കാനും നിയമപരവും മാനസികവുമായിട്ടുള്ള പോരാട്ടങ്ങളിൽ തളരാതെ നിൽക്കാനും സാധിക്കുന്നിടത്താണ്
ഒരാൾ യഥാർത്ഥത്തിൽ വിജയിയാകുന്നത്. നിങ്ങൾ ഇന്ന് കാണുന്ന തകർച്ചകൾ നാളത്തെ വിജയത്തിന്റെ പടവുകളാകാം. എന്നാൽ ആ വിജയങ്ങൾ കാണാൻ നിങ്ങൾ നാളെയും ഇവിടെ ഉണ്ടായിരിക്കണം. CJ റോയ് എന്ന ബിസിനസ് ഇതിഹാസത്തിന്റെ ഈ ഒരു അപ്രതീക്ഷിത വിടവാങ്ങൽ വലിയൊരു ശൂന്യതയാണ് ബാക്കി വെക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചും ഇത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യർ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ജീവിതത്തിൽ നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്നവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ മടിക്കാതെ പ്രിയപ്പെട്ടവരോടോ വിദഗ്ധരോടോ അത് നേരിട്ട് സംസാരിക്കുക. ജീവിതം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്.